ഈ നായുടെ വാല് 12 കൊല്ലവും കുഴലിലിട്ട് കഴിഞ്ഞാലും പിന്നെയും കുഴലെടുത്ത് കഴിയുമ്പോൾ വാല് പഴയതുപോലെ തന്നെ ഇരിക്കും, യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതിയും. അവർ നേതൃമാറ്റത്തെ ചൊല്ലിയാണ് ഇപ്പോൾ കലഹം നടക്കുന്നത്. ഇടയ്ക്ക് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് ആരാകണമെനി, സുധാകരനെ എങ്ങനെ അവിടെ നിന്ന് ഇറക്കിവിടാം, ഈ വക കാര്യങ്ങളിലായി മാറുകയാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളുമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ട് പോലും അതൊന്നും തന്നെ വേണ്ട തരത്തിൽ വിനിയോഗിക്കാതെ സ്വന്തം പാർട്ടിക്കകത്ത് പടയൊരുക്കി സ്വന്തം ഇല്ലം തന്നെ ചുട്ടുകരിക്കാനുള്ള പുറപ്പാടിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ഇത്രത്തോളം അധപ്പതിച്ചിട്ടുള്ള മറ്റൊരു പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ കാണത്തില്ല. സ്വന്തം ഇല്ലത്തിന് തീയിടുന്നത് ആരുണ്ട്? തെരഞ്ഞെടുപ്പ് പലതും അടുത്ത് നിൽക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. അവിടെ PV അൻവർ CPM-നെയും പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഈ അവസരം മുതലാക്കിക്കൊണ്ട് നിലമ്പൂർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ഒരു പിണറായി വിരുദ്ധ തരംഗമുണ്ടെന്നും കേരളത്തിലെ ജനങ്ങളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രതിഫലിപ്പിക്കാൻ കഴിയും. ആ അവസരമാണ് ഈ കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അവസാന നിമിഷത്തിൽ, അതായത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന അവസരത്തിൽ മാറ്റുന്നത് അപകടമാണെന്ന് ഇവർക്ക് മുൻകാല അനുഭവങ്ങൾ പലതും ഉള്ളതാണ്. പഞ്ചാബിലെ അനുഭവം തന്നെ ഓർക്കുക. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഇവര് സുധാകരനെ തകർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഒരാളെ അനാരോഗ്യം കാരണം മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റുക, പക്ഷേ ഇത്രത്തോളം തേജോവധം ചെയ്യണോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി നന്നാകണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അത് സുധാകരന്റെ കാലത്ത് നടക്കുമായിരുന്നു. ഇനിയൊട്ട് നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. സുധാകരനോളം ആർജവമുള്ള, പിണറായിയോടെ തക്കവണ്ണം എതിരിട്ട് നിൽക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് സുധാകരനുള്ളത്. കണ്ണൂരിലെ രാഷ്ട്രീയം നന്നായിട്ടറിയാം. അതിൻ്റെ വീര്യം മുഴുവൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നേതാവാണ് സുധാകരൻ. സുധാകരന് മാത്രമേ വളരെ കൃത്യമായ ഒരു മറുപടി CPM-ന് പോലും കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. CPM-നെ വിറപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കോൺഗ്രസിലെ ആരുണ്ട്? CPM-ലെ ഏതെങ്കിലും ഒരു സഖാവ്, കുട്ടി സഖാവ് പോലും എന്തടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ നിന്ന് വിയർക്കും. പക്ഷേ സുധാകരൻ അതല്ല. എന്തടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ ആരാടാ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ചങ്കൂറ്റവും ആർജവവും സുധാകരനെ പോലെ മറ്റൊരാൾക്ക് കിട്ടില്ല എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അനാരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടറുണ്ട്, മരുന്നുണ്ട്. ആർക്കാണ് അനാരോഗ്യമില്ലാത്തത്? അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണല്ലോ പല നേതാക്കന്മാരും പല സഖാക്കന്മാരും ഒക്കെ തന്നെ കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ പേരിലാണോ ഇദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നത്? മാർത്താണ്ഡവർമ്മയുടെ നാട്ടിൽ നിന്നാണ് സുധാകരൻ വരുന്നത്. പട്ടും വളയും കൊട്ടും കുരവയും ഒക്കെ വെച്ച് തന്നെയാണ് കൊണ്ടുവന്നത്. ഇതിനെ ഒരു സെമി കേഡർ പാർട്ടി ആക്കുമെന്നും പറഞ്ഞാണ് സുധാകരൻ വന്നത്. ഒടുവിൽ സുധാകരനെ സെമിയാക്കിയാണ് ഈ നേതാക്കന്മാരെ വിടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ സാമുദായികമായിട്ടുള്ള ചില സമവാക്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അത്തരത്തിൽ KPCC പ്രസിഡന്റിനെ നിയമിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഈ ക്രൈസ്തവ വിഭാഗം മുഴുവൻ BJP-യിലേക്ക് പോയി എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കോൺഗ്രസിന് നല്ല പിന്തുണ നൽകിക്കൊണ്ടിരുന്നവരാണ് ക്രൈസ്തവ വിഭാഗം പണ്ട് കാലം മുതൽ തന്നെ. ഇവർക്ക് വഖഫ് പ്രശ്നത്തിൻ്റെ കാര്യത്തിലും മുനമ്പം വിഷയത്തിലും ഒക്കെ തന്നെ കൃത്യമായ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും കേന്ദ്രത്തിൽ നിന്ന് പല വിധത്തിലുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിനും BJP-യെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ ക്രൈസ്തവ
സംഘടനകളൊക്കെ തന്നെ BJPയോട് ഒരു അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുടെ സമീപനവും പിന്നീട് സുരേഷ് ഗോപിയും ഈ സഭയും ബിഷപ്പുമാരുമായിട്ടുള്ള ആ ഒരു ബന്ധവും. ജോർജ് കുര്യനെ തന്നെ കേന്ദ്ര സഹമന്ത്രിയാക്കിയത് എന്തിനു വേണ്ടി? ക്രൈസ്തവ സഭയെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ജേക്കബ് തോമസിനെ ചേർത്ത് നിർത്തുന്നു. PC ജോർജിനെ, ഷോൺ ജോർജിനെ, അനിൽ ആന്റണിയെ, ഇങ്ങനെയുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ക്രൈസ്തവ സഭയുടെ വോട്ട് നേടുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ്. ആ തിരിച്ചടി മനസ്സിലാക്കിയിട്ട് ഇവരിപ്പോൾ ചെയ്യുന്ന എന്താണ്? 2 പേരുകളാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമാണ്. ആന്റോ ആന്റണിയെ ആരറിയും? പത്തനംതിട്ടയിൽ മാത്രം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ആരെങ്കിലും അറിഞ്ഞാൽ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. അവിടെയും തന്നെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. സണ്ണി ജോസഫിനെ ഇരിക്കൂർ വരെ അറിയുമായിരിക്കും, അതിനപ്പുറം അറിയില്ല എന്നുള്ളതാണ്. അതിനപ്പുറം അദ്ദേഹത്തിന് ഒരു ലോകവും ഇല്ല. അങ്ങനെയുള്ള ഈ പറഞ്ഞവരെ KPCC പദവിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർട്ടിയൊന്നും അതിൻ്റെതായ രീതിയിൽ പോകില്ല. മുരളീധരൻ പറഞ്ഞതുപോലെ പടം കാണിച്ചാലെങ്കിലും ആൾക്കാർക്ക് തിരിച്ചറിയണം, ഇത് ഇന്നാരാണല്ലോ എന്ന്. അതുപോലും ഇല്ലാത്തവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്തിന്? ഈ ക്രൈസ്തവരെ മുഴുവൻ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി. അത് പക്ഷേ ഇവരാദ്യം മനസ്സിലാക്കണമായിരുന്നു. മുസ്ലിംസ് ലീഗിന് ഏറ്റവും കൂടുതൽ ആധിപത്യം കൊടുത്തത് ആരാണ്? UDF കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിനെ ഭരിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗാണ്. പാണക്കാടല്ലേ കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തുന്നത്? കോൺഗ്രസിനകത്തെ കലഹങ്ങൾ പോലും മുഴുവനായിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗാണ്. കോൺഗ്രസിലേക്ക് ആരെങ്കിലും പുതുതായി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ്? ഇന്ദിരാഭവനിലല്ല, പാണക്കാട്ട് തങ്ങളുടെ മുമ്പിൽ പോയി ഏത്തമിടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധിയൊക്കെ പഞ്ചപുച്ഛം അടക്കിയല്ലേ സാദിഖ് അലി തങ്ങളെ കാണാനായിട്ട് പോയത്? എന്തുകൊണ്ട്? അതായത് അവരുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ എങ്ങും തന്നെ ഇടം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വയനാടല്ലേ അഭയം പ്രാപിക്കാൻ കഴിഞ്ഞുള്ളൂ, ആങ്ങളയ്ക്കും പെങ്ങളിനുമൊക്കെ. അപ്പോൾ ഇനിയും അത് നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് ലീഗിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തിയത്. ലീഗ് എന്ന് മുതൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ തുടങ്ങിയതല്ലേ? 5ാം മന്ത്രി. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 5ാം മന്ത്രി അല്ല 6ാം മന്ത്രിയിലേക്കും പോകും, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കും പോകും. മുസ്ലിം ലീഗിന് അറിയാം ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത് UDF-ൽ മാത്രമാണ്. ലീഗ് ആയിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക. അധികാരം കിട്ടിയാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം LDF-ലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ അവിടെ ബാർഗെയിനിങ് നടക്കില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അവിടെ CPM-ന്റെ ചവിട്ടും കുത്തുമേറ്റി കിടക്കേണ്ടി വരും. CPI പോലുള്ള ഒരു ഘടകകക്ഷി അവിടെ അനുഭവിക്കുന്നത് അവർക്കേ അറിയത്തുള്ളൂ. കേരള കോൺഗ്രസും മാണി വിഭാഗവും അങ്ങോട്ടേക്ക് പോയി. അവർ തൃപ്തരല്ല. 2021 അധികാരമില്ലാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് 21 അങ്ങോട്ടേക്ക് പോയത്. ഇനിയിപ്പോൾ അധികാരം ഏത് ഭാഗത്തേക്ക് കാറ്റ് വീശുമോ ആ ഭാഗത്തേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ജോസ് കെ മാണിയും കൂട്ടരും. അപ്പോൾ എന്തായാലും ഈ കേരളത്തിലെ കോൺഗ്രസ് നന്നാകണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർ തന്നെ വിചാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇത് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അന്തിമ ഫലം കാണാൻ പോകുന്നത് ഈ കോൺഗ്രസ് തന്നെ ഇല്ലാതാകും. UDF-ലെ ഘടകകക്ഷികളെല്ലാം തന്നെ ഒന്നൊന്നായിട്ട് മറ്റു മുന്നണികളിലേക്ക് പോവുകയും ചെയ്യാനുള്ള സാധ്യതയാണ്. LDF-ലേക്കോ NDA-യിലേക്കോ പോവുകയും ചെയ്യും. NDA BJP ഇപ്പോൾ നയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം തന്നെ NDA വിപുലീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ UDF ഇല്ലാതാകാൻ പോകുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.